ഈ വൈശാഖ മാസത്തിലെ 30 ദിവസവും പുണ്യ ദിവസങ്ങളാണ്. ഭഗവാന്റെ സ്മരിച്ചുകൊണ്ട് നാരായണനാമം ജപിച്ചുകൊണ്ട് വൈശാഖ കാലത്ത് അതിരാവിലെയുള്ള കുളി, വൈശാഖ സ്നാനം എന്ന് പറഞ്ഞതിന് വലിയ മഹിമ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് സഹസ്രനാമം ജപിക്കും, വിഷ്ണു സഹസ്രനാമം. വൈശാഖ മാസം മുഴുവൻ പൂജിച്ചാല്, വിഷ്ണു ഭഗവാനെ പൂജിച്ച 1 വർഷം മുഴുവൻ വിഷ്ണുവിനെ പൂജിച്ചതിന്റെ ഫലം കിട്ടുന്നു. വൈശാഖ ധർമ്മം എന്ന് പറഞ്ഞാൽ അത് വിഷ്ണു പൂജയാണ്. സംശയം വേണ്ട. ഗുരുവായൂരപ്പനെ സേവിക്കുക. സാക്ഷാൽ മഹാവിഷ്ണു ആകണം ഗുരുവായൂരപ്പൻ, ഒരു സംശയവും വേണ്ട. ആ ഭഗവാനായിട്ടുള്ള മഹാവിഷ്ണു പ്രസാദിക്കാൻ പല വിധത്തിലുള്ള വഴികളും പല കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും വൈശാഖത്തിന്റെ അടുത്ത് വരില്ല എന്നാണ്. ആത്യന്തികമായിട്ട് നന്നായിട്ട് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുക ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. ഇഷ്ടമുള്ളത് നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുക ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ്. സ്വപ്നം കാണാണ്ട്, പേടി സ്വപ്നം കാണാണ്ട് നല്ല സന്തോഷത്തോടെ ഉറങ്ങും.